പുതിയ വീട് വെഞ്ചരിക്കുമ്പോൾ വൈദികൻ നടയിൽ തിരി തെളിച്ചിട്ട് ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ലെന്നരുൾ ചെയ്ത് നമ്മുടെ കർത്താവ് യേശുമിശിഹ ഈ ഭവനത്തിന് രക്ഷയുടെ വെളിച്ചം പ്രദാനം ചെയ്യട്ടെ എന്ന്. വളരെ മൈൽഡായിട്ടുള്ളൊരു പ്രാർത്ഥനയായിട്ടാണ് നമ്മൾ ചൊല്ലുന്നത്. പക്ഷേ ഇന്നത്തെ ഗോസ്പലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ഇതൊരു മൈൽഡായിട്ടുള്ള പ്രാർത്ഥനയല്ല, ഇതൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റാണ്. കൂടാരത്തിരുന്നാളിൻ്റെ സമയത്താണ് ഈശോ പറയുന്നത്. കൂടാരത്തിരുന്നാൾ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ തിരുനാളുകളിൽ ഒന്നാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു തിരുനാളാണ്. ബഹളമയമായൊരു തിരുനാളാണ്. പാട്ടും തപ്പുകൊട്ടും ഡാൻസും ഭക്ഷണമൊക്കെ ആയിട്ടുള്ള ഹ്യൂജ് സെലിബ്രേഷനാണ്. ഒരുപാട് യഹൂദരല്ലാത്ത ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടുന്നൊരു സമയമാണ്. ഈ 7 ദിവസവും സ്ത്രീകളുടെ ഒരു കോർട്ടുണ്ട്. ആ കോർട്ടിൽ നടക്കുന്ന ഒരു റിച്വലുണ്ട്. അവിടെ 4 വലിയ മെനോറകളുണ്ട്, 7 തിരിയിട്ട വിളക്ക്. ഈ മെനോറകളുടെ വലുപ്പം എന്ന് പറയുന്നത് 50 അടിയോളം ഉയരം ഉണ്ടാവുമെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഈ മെനോറകൾ അവർ വൈകുന്നേരം ആകുമ്പോൾ തെളിക്കും. പുരോഹിതരുടെ പഴയ വസ്ത്രങ്ങളാണ് ഇതിൽ തിരിയായിട്ട് ഉപയോഗിക്കുന്നത്. എന്നിട്ടിത് തെളിച്ച് കഴിയുമ്പോൾ ആ കോർട്ട് മാത്രമല്ല, ടെമ്പിളും അതിൻ്റെ പരിസരങ്ങളും ജെറുസലേം നഗരം മുഴുവൻ ഇങ്ങനെ ഇതിൻ്റെ വെട്ടത്തിലിങ്ങനെ കുളിച്ചു നിൽക്കുന്ന പറയാം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് ഈശോ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. പാട്ട് നടക്കുന്നു, ഒച്ചപ്പാട് നടക്കുന്നു, ഡാൻസ് നടക്കുന്നു. അങ്ങനെ ബഹളത്തിൽ നിൽക്കുമ്പോൾ എത്ര ഉച്ചത്തിലായിരിക്കണം ഈശോ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന്. ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ അതൊരു മിസിയാനിക് സ്റ്റേറ്റ്മെൻ്റ് എന്ന് അവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലായി. കാരണം പഴയ നിയമം അനുസരിച്ചിട്ട് മിസിയാനിക് ടൈറ്റിലുകളിൽ ഒന്നാണ് ലൈറ്റ് എന്ന് പറയാം. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 4 മെനോറകളിൽ 3 മെനോറകൾ മാത്രമേ അവർ തെളിക്കുള്ളൂ. 4ാമത്തെ തെളിക്കില്ല. കാരണം മിശിഹ എത്തിയിട്ടില്ല. വരാൻ പോകുന്ന മിശിഹയുടെ അടയാളമായിട്ട് ഒരു മെനോറ അവർ തെളിക്കുന്നില്ല. അവിടെ നിന്നിട്ടാണ് ഈശോ പറയുന്നത് ഐ ആം ദ ലൈറ്റ്. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ മനസ്സിലൂടെ കടന്നു പോയത് എന്താ? വാഗ്ദാന ഭൂമിയിലേക്ക് നടന്നു പോകുമ്പോൾ ദൈവം ഉയർത്തിയ അഗ്നിത്തൂണുണ്ടല്ലോ, ഈ തൂണ മനസ്സിലേക്ക് വന്ന ഈശോ അതാ പറയാം, ഞാനാണ് ഇനി പുതിയ വാഗ്ദാന ഭൂമിയിലേക്ക് നിങ്ങളെ നയിക്കുന്ന വെട്ടം എന്ന് പറയാം. പുതിയ വാഗ്ദാന ഭൂമിയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു വെട്ടമുള്ളൂ. ആ വെട്ടത്തിൻ്റെ പേരാണ് ക്രിസ്തു. അത് ബോൾഡ് സ്റ്റേറ്റ്മെൻറ്റാണ്.